മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ആരോപണങ്ങൾ പല താരങ്ങൾക്കെതിരെയും വന്നു കഴിഞ്ഞു. ആരോപണങ്ങൾ അത് ആരോപണങ്ങളാണ്. നമ്മൾ അത് സത്യസന്ധത കണ്ടെത്തുന്നതിന് പോലീസാണ് അതിന്റെ കാര്യങ്ങൾക്ക് പോണത്. വന്ന് പറയുന്ന പല ആളുകളും ജൂനിയർ ആർട്ടിസ്റ്റുകളായി വന്ന് പല മേഖലയിൽ നിന്നുള്ളവരും ഒന്ന് പറയുന്ന ആരോപണമുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് വിശ്വസിക്കാണ്ടെന്നും വിശ്വസിക്കാതിരിക്കാനും പറ്റില്ലാത്ത അവസ്ഥയിലുള്ള ആരോപണമാണ്. രചനയെ സംബന്ധിച്ചോളം ഇത്രയുമൊക്കെ കേട്ടുകേളു ഇപ്പോൾ ഈ കേൾക്കുന്നത് പോലെയൊക്കെ രചനയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നതും ഉണ്ടോ എന്നും ഞാൻ പറയുന്നതും ശരിയല്ല. അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്ന് രചനയ്ക്ക് തോന്നുന്നുണ്ടോ ഈ സിനിമാ മേഖലയിൽ? എല്ലാ മേഖലയിലും ഉണ്ടെന്നായിരിക്കും മറുപടി, പക്ഷെ സിനിമാ മേഖലയിൽ. അല്ല, എല്ലാ മേഖലയിലും ഉള്ളതുപോലെ സിനിമാ മേഖലയിലും ഉണ്ട് എന്നുള്ളതാണല്ലോ ഇവരെല്ലാവരും പറയുന്നതും അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ വാസ്തവം. അങ്ങനെ ഒരാൾ വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉള്ളത് കൊണ്ടാണല്ലോ അവരത് അങ്ങനെ വന്ന് പറയണത്. ഇപ്പൊ ഡിഫെയിം ചെയ്യാൻ ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പറയുന്ന ആള്, കുറ്റാരോപിതനായിട്ടുള്ള ആള് അല്ലെങ്കിൽ കുറ്റാരോപിതയായിട്ടുള്ള ആള്, ദേ ഹാവ് ടു പ്രൂവ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് അവരുടെ കർമ്മമാണ്, അവരുടെ ധർമ്മമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ആഹ് എന്താ പറയാ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രചനയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല. രചനയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടെന്നേ. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വ്യക്തമായിട്ട്. എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് 235 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. ഞാൻ 2 പ്രാവശ്യം ഇരുന്ന് വായിച്ചിട്ടാണ് അതില് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുക്കാനൊക്കെ ശ്രമിച്ചത്. പലതും എനിക്ക് ഒരു ഈ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ള വിറ്റ്നസ്സുകൾ പറഞ്ഞിട്ടുള്ളത്. അത് ഒരാള് പറയുമ്പോ അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അയാളുടെ അനുഭവമല്ലേ പറയണേ. അത് തീർച്ചയായിട്ടും ഇല്ല എന്ന് പറഞ്ഞ അങ്ങനെ മാറാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു കുറ്റം ഒരാളുടെ പേരിൽ ആരോപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതിന്റെ മേഖലയില് എനിക്ക് ഇതിനെ പേഴ്സണലി ഇത്രയും ഇതില്ലാത്തത്, എന്റെ പ്രധാന മേഖല സിനിമയല്ല. എന്റെ പ്രധാന മേഖല നൃത്തമാണ്. അതിലാണ് ഞാൻ പണ്ടും ഇപ്പോഴും ഞാൻ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാന് 11 വർഷമായി സിനിമയില് എന്നുണ്ടെങ്കിൽ ഒരു 32 സിനിമ ചെയ്തുവെങ്കിലും ഞാൻ വല്ലപ്പോഴും വന്നു പോയി അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഒരു ഉപജീവനം എന്ന് പറയുന്നത് സിനിമയല്ല. പക്ഷേ ദാറ്റ് ഡസൻ മീൻ എനിക്കിതിൽ ഉത്തരവാദിത്തം ഇല്ല എന്നല്ല. പ്രത്യേകിച്ച് അമ്മ പോലൊരു സംഘടനയിൽ 6 വർഷം ഭരണസമിതിയിൽ ഇരുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാനും അതില് എന്താ പറയാ, വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് സമയമെടുത്ത് ഇത് വായിച്ചതും അതിനെപ്പറ്റി അറിഞ്ഞതും പഠിച്ചതും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സജഷൻസ് ഉണ്ട് അലി ഇതില്. അതെ, എന്ത് അതെ. ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്ന ഈ ഇൻഡസ്ട്രീനെ. എനിക്ക് ഈ ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറയാച്ച. ഞാൻ ഇമോഷണൽ ആവും എപ്പോഴും ഇൻഡസ്ട്രീനെ പറ്റി പറയുമ്പോ. ഞാന് 2014 അമ്മയില് ഞാൻ അംഗമാവുന്ന സമയത്ത്, സാധാരണ ഒരു ലൈഫ് മെമ്പർ ആവുന്ന സമയത്ത്, നമ്മൾ എന്താ കാണുന്നത്? പുറമേന്ന് നോക്കുമ്പോ വർഷാവർഷമുള്ള ജനറൽ ബോഡിയിലുള്ള സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ നോക്കി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അത് തന്നെയാണ് ഈ ഒരു ഹോൾ ഇൻഡസ്ട്രിയിലും പടരേണ്ടത്. അത് അത് പടരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയല്ലേ അതിനർത്ഥം. അത് തീർച്ചയായിട്ടും. റെക്ടിഫൈ ചെയ്ത് അതിന് പ്രത്യേകിച്ചൊരു അതിനൊരു കാരണക്കാരനാണെങ്കിൽ ആ, അത് അവർക്ക് വേണ്ട ശിക്ഷ ലഭിക്കുക തന്നെ വേണം. നോ ഡൗട്ട് ഉണ്ട്. ഈ അതിലൊരു സംശയം. ആരോപണ വിധേയരായ ഒരു മാറി നിൽക്കണമെന്ന് തന്നെയല്ലേ രചനയുടെ അഭിപ്രായം? അതെ, അത് അവരുടെ ഒരു ധാർമ്മിക ധർമ്മമാണ്. ഇപ്പൊ എന്നെ പറ്റി ആരെങ്കിലും നാളെ എന്തെങ്കിലും ആരോപിക്കുകയാണ്, ഞാനൊരു സ്ഥാനത്തുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ മാറി നിൽക്കുന്നു. ഇത് കേസ് ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്നത് വരെ ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരു പേഴ്സണലി ചിലപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുമായിരിക്കും. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ തെറ്റല്ല ചെയ്തിരിക്കണേ എന്നുള്ളത് കൊണ്ടായിരിക്കാം പലരും ഇപ്പോഴും അതിൽ നിലനിൽക്കുന്നത്. അപ്പൊ ലെറ്റ് ദം പ്രൂവ് ഇറ്റ്. അതാണ്. അമ്മയ്ക്കൊരു മെല്ലപ്പോക്ക് നയമുണ്ടോ? എന്താ ഉദ്ദേശിച്ചത്? അമ്മയ്ക്കൊരു മെല്ലപ്പോക്ക് നയം, ഓരോ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു മെല്ലപ്പോക്ക് നയമുണ്ടോ? അമ്മ എന്ന് പറയുന്ന സംഘടന
വളരെ തിരക്കുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു സംഘടനയാണ്. ഇപ്പോ ഇന്നിപ്പോ അലി എന്നെ എത്ര ദിവസമായി വിളിക്കണം? ഒരു അഞ്ചാറ് ഇത് തുടങ്ങിയ അന്ന് തൊട്ട് എന്നെ വിളിക്കണമെന്നല്ലേ? നമ്മൾ അതെ അതെ അതെ. സംസാരിക്കാൻ ഇപ്പോഴാണ്. അത് അതെ ഞാൻ മനഃപൂർവ്വം അലീനെ അവോയ്ഡ് ചെയ്യുന്നതൊന്നുമല്ല. എനിക്ക് ഫ്രീ ആയിട്ട് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവര് പെട്ടെന്ന് എടുക്കാവുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഉം, ഉം, നമുക്ക് ഓൺലൈൻ ഉം. സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ എത്ര ഓൺലൈൻ മീറ്റിംഗ്സ് നടത്തിയിരിക്കുന്നു? അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ള സമയത്ത് എത്ര ഓൺലൈൻ മീറ്റിംഗ്സ് നടത്തിയിരിക്കുന്നു? ഒരു ഓൺലൈൻ കൂടൽ കൂടിക്കൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റാവുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് കൂടിക്കൊണ്ട് ഡിസിഷൻസ് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോ ഒരു പിന്നെ ഇത് പറഞ്ഞ പോലെ മെല്ലെപ്പോക്ക് നയമുണ്ടോ എന്ന് ചോദിച്ചത്, ഇത് ഹേമ കമ്മിറ്റീനെ പറ്റി പറയാൻ വൈകിയത് കൊണ്ടാണോ അങ്ങനെ ചോദിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. അതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതാണെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം എന്നുള്ളത് സത്യമാണ്. ഇതൊന്ന് അറിയാൻ കുറച്ച് സമയം, ഇതൊന്ന് വായിച്ച്, ഇത് വളരെ ലീഗൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും അതിന് ഉള്ള സജഷൻസും ആണ് മൂന്ന് പേരും ചേർന്നുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതിനെ മനസ്സിലാക്കാനുള്ള ഒരു സമയം ഉള്ള കിട്ടുക എന്ന് പറയുന്നത് അതൊരു അവരുടെ ഒരു ഒരു റൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒരു ആ, ചില കാര്യങ്ങളിൽ ഉത്തരം പറയുക, ചില കാര്യങ്ങളിൽ ഉത്തരം പറയാതിരിക്കുക എന്നുള്ളതൊക്കെ ആ, അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളപ്പൊക്കം നയമുള്ളതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അല്ല, അടിയന്തരമായി ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് യോഗമൊക്കെ വിളിക്കുകയും സൂമിലൊക്കെ കൂടി കാര്യങ്ങൾ തീരുമാനിക്കാം. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യവും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യാവുന്നത് തന്നെയുള്ളൂ. അപ്പൊ അത് ചെയ്തില്ല. ഇപ്പം ജനറൽ ബോഡി അതാണല്ലോ. വരികയാണ്, 2 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വരുമെന്നാണ് പറയുന്നത്. അതിന് ഉം. ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. ഒരു ഇലക്ഷൻ ആണെങ്കിൽ എന്തായാലും ഇലക്ഷൻ ഉണ്ടാകും. ഇലക്ഷൻ ആണെങ്കിൽ 21 ദിവസം മുമ്പ് തന്നെ നോട്ടീസ് നൽകണം. അതിന്റെ പ്രക്രിയകൾ നടക്കണം. അതപ്പോൾ അതൊക്കെ നടത്താൻ പോലും ഇനി ആളില്ലാത്ത അവസ്ഥയെന്നാണ് ഞാൻ അറിയുന്നത്. അതങ്ങനെ നിൽക്കട്ടെ. ഇനി ഒരു ഇലക്ഷനിൽ വരുമ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഈ, കീ കീ ആയിട്ട് നിൽക്കാൻ വേണ്ടി പ്രസിഡന്റായിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വരണമെന്ന് തന്നെയല്ല ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും വരണം. ഉറപ്പായിട്ടും വരണം. ഇതിൽ ഒരുപാട് കഴിവുള്ളവരുണ്ട്. നേതൃത്വ പാഠവും ചെയ്യാനായിട്ട് ധൈര്യമുള്ളവരുണ്ട്, കഴിവുള്ളവരുണ്ട്. അവരൊക്കെ മുൻപോട്ട് വരണം. എന്താണ് ഇത്രയും നാളെ എല്ലാവരും പിന്നിലോട്ട് നിന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സ്ഥാനത്തേക്ക് വരണം എന്നുള്ളത്. അവരൊക്കെ വരണം. അവരുടെയൊക്കെ ഐഡിയാസ് വരണം. അവരുടെയൊക്കെ തോട്ട്സ് വരണം. അവരുടെയൊക്കെ ക്രിയേറ്റീവ് മൈൻഡ് ഇതിൽ വരണം. സ്ത്രീകൾ വരുമ്പോ ഞാൻ ഞാൻ കുറച്ച് അഹങ്കാരത്തോടു കൂടി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദർ ഇസ് എ സർട്ടൻ ഗ്രേസ് ദാറ്റ് എവ്രി വുമൻ ഹോൾഡ്. ആ ഗ്രേസ് വരുമ്പോ തന്നെ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും.